അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമശാസനകൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുവാനും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാം വിമർശകർ പലപ്പോഴും പറയാറുള്ളൊരു സംഗതി, മതം, വിശേഷിച്ച് ഇസ്ലാം, കുറേ പഴഞ്ചൻ ആശയങ്ങളും ആദർശങ്ങളുമാണ് വെച്ച് പുലർത്തുന്നത്. പുരോഗമനത്തിൻ്റെ, അതല്ലെങ്കിൽ പുരോഗതിയുടെ യാതൊരു നന്മയും വെളിച്ചവും കയറിയിട്ടില്ലാത്ത, ഹൃദയങ്ങൾ കൊട്ടിയടച്ച് കൂരാകൂരിരുട്ടിൽ മാറാലകൾ പിടിച്ച മനസ്സും ചിന്തയുമാണ് മതവിശ്വാസികൾക്കുള്ളത് എന്ന് ആക്ഷേപിക്കുമ്പോൾ, വാസ്തവത്തിൽ ഇസ്ലാമിനെ അവർ ഒന്നുകിൽ അറിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ അന്ധമായ വിരോധം കൊണ്ട് കുറേ കളവുകളും നുണകളും അവർ പ്രചരിപ്പിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ യുക്തിഭദ്രമാണ്, ബുദ്ധിപരമാണ്, സത്യസന്ധമാണ് എന്ന് കാണാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ദൈവവിശ്വാസം. ഖുർആൻ പറയുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്നും താനെ ഉണ്ടാകുന്നില്ല എന്നാണ്. ഏതൊരു സൃഷ്ടിയുടെയും പിന്നിൽ ഒരു സൃഷ്ടാവ് അനിവാര്യമാണ് എന്നത് ലളിതമായ ഒരു ലോജിക്കല്ലേ, ഒരു സത്യസന്ധമായ ഒരു അന്വേഷണമല്ലേ, ഒരു കണ്ടെത്തലല്ലേ അത്. എന്നാൽ മതം ഇല്ല, മതമൊക്കെ അറുപഴഞ്ചനാണ്, ഒഴിവാക്കണമെന്ന് പറയുന്ന ആളുകൾ പറയുന്ന എത്രമാത്രം അബദ്ധജഡിലമായ സംഗതിയാണ്. ഈ ലോകത്ത് കാണുന്ന അത്ഭുതകരമായ, വിസ്മയകരമായ പലതും, മനുഷ്യൻ്റെ ശരീരം മുതൽ നമ്മുടെ ചുറ്റിലും കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിലെ അത്ഭുതകരമായ പല ദൃഷ്ടാന്തങ്ങളും, അമീബ മുതൽ പാരമീസിയം മുതൽ അങ്ങനെ നീലത്തിമീങ്കലം വരെയുള്ള വലിയ ഏകകോശ ജീവികളും ബഹുകോശ ജീവികളുമായിട്ടുള്ള ഒട്ടനവധി ജീവജാലങ്ങൾ നമ്മുടെ ദൃശ്യലോകത്തുണ്ട്. അതേപോലെ തന്നെ ആകാശവും ഭൂമിയും വാനലോകത്തെ ഒട്ടനവധി ഗോളങ്ങളുമൊക്കെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ പഠനവിധേയമാക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു ഗവേഷകന്, ബുദ്ധിയും ചിന്തയും നശിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് തോന്നുക? അതൊക്കെ താനേ ഉണ്ടായി എന്നാണോ? ഇത്രയും വ്യവസ്ഥാപിതമായി കൃത്യമായി ഇവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സ്ഥാനവും അതിൻ്റെ ക്രമീകരണവുമൊക്കെ അത്ഭുതകരമാണ്, വിസ്മയകരമാണ് എന്ന് പറയുമ്പോൾ അത് ചക്കയിട്ടപ്പോൾ മുയൽ ചത്തു എന്നതുപോലെ ഒരു യാദൃച്ഛികമായ, ആകസ്മികമായി ഉണ്ടായൊരു സംഭവമാണ് എന്ന് വിശ്വസിക്കലാണോ ബുദ്ധിപരമായിട്ടുള്ളത്? അതല്ല ഇതൊക്കെ താനെ അങ്ങ് ഉണ്ടായി എന്ന് കരുതലാണോ യുക്തിഭദ്രവും ബുദ്ധിപരവുമായിട്ടുള്ളത്? മറിച്ച് ഖുർആൻ പറഞ്ഞത്, താനെ ഒന്നും ഉണ്ടാവുകയില്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യാതൊന്നിൽ നിന്നുമല്ലാതെ അവരങ്ങനെ പടക്കപ്പെടുകയാണോ? ആര് സൃഷ്ടിച്ചു? സൃഷ്ടാവില്ല. എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു? അങ്ങനെ ഒന്നുമില്ല. അത് അങ്ങനെയൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ ആയി എന്ന് പറയുന്നതാണോ? അം ഹുമുൽ ഖാലിഖൂൻ. അതല്ല, അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? മനുഷ്യരായ നമ്മളെ നമ്മൾ തന്നെ പടച്ചു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയും ഒരുപക്ഷെ പറയുന്ന മന്ദബുദ്ധികൾ, വിവരദോഷികൾ ഉണ്ടായേക്കും. ദൈവത്തെയും മതത്തെയും നിരാകരിക്കാൻ വേണ്ടി. പക്ഷേ ലളിതമായി ചിന്തിച്ചു നോക്കേണ്ട ഒരു സംഗതി, നമ്മളാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ, ലോകത്ത് എവിടെയും ന്യൂനതകളും കുറവുകളും വൈകല്യങ്ങളുമുള്ള ഒരു കുട്ടിയും ഉണ്ടാകുവാൻ, ഒരു മനുഷ്യനും ഉണ്ടാകുവാൻ പാടില്ല. കാരണം ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ആഗ്രഹം എന്തായിരിക്കും? തൻ്റെ മക്കൾ ഏറ്റവും പരിപൂർണരായിരിക്കണമെന്നാണ്. പക്ഷേ ജനിക്കുന്നതോ? വെളുത്ത കുട്ടിയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് കറുത്ത കുട്ടികളുണ്ടാകും. വൈകല്യങ്ങളില്ലാത്ത മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് വൈകല്യങ്ങളുള്ള മക്കളുണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ബുദ്ധിയും ശാരീരികമായ കഴിവും മികവും ഒക്കെയുള്ള നല്ല അരോഗ ദൃഢഗാത്രരായ മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് പലപ്പോഴും അങ്ങനെ കിട്ടാറില്ല.
ആൺകുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും, ചിലപ്പോൾ പെൺകുട്ടികൾ ആഗ്രഹിക്കുമ്പോൾ ആൺകുട്ടികളാകും. ഇങ്ങനെയൊക്കെയുള്ള പലതും നടക്കുമ്പോൾ അവരാണ് ഇതിനെ സൃഷ്ടിച്ചത് എന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഖുർആൻ പറഞ്ഞത് അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവരങ്ങനെ വെറുതെ അങ്ങ് ഉണ്ടായതാണോ? അതല്ല, അവരാണോ അവരെ പടച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർള, ഇനി മനുഷ്യന് മാത്രമല്ല, ആകാശങ്ങളുണ്ട്, ഭൂമിയുണ്ട്, ഇവയൊക്കെ പടച്ചത് ഇവരാണോ, മനുഷ്യന്മാരാണോ? ബല്ല യൂഖിനൂൻ, അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല, ശരിയായി മനസ്സിലാക്കുകയും ഒരു ഉറപ്പ് കിട്ടുന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവരെത്തുകയും ചെയ്യുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്തു തൂറിലെ 35-36 വചനങ്ങളിലൂടെ അള്ളാഹു മനുഷ്യൻ്റെ ബുദ്ധിയെ പിടിച്ച് ഉലക്കുന്ന രീതിയിൽ, മനുഷ്യൻ്റെ ചിന്തയെ പിടിച്ച് കുലുക്കുന്ന രീതിയിൽ ചോദിച്ചൊരു ചോദ്യം. വാസ്തവത്തിൽ ഈ ചോദ്യം ചില ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിശ്വാസിയായി ജീവിച്ച ജുബൈർ ബിൻ മുത്തഇം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ആദ്യമായി ഈ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഒരു സാഹചര്യമുണ്ടായി, അവസരമുണ്ടായി. ആ സന്ദർഭത്തിൽ അവിശ്വാസിയായ ജുബൈർ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് വല്ലാതെ കോളിളക്കം സൃഷ്ടിച്ചൊരു ചോദ്യമായിരുന്നു. അദ്ദേഹം ദൈവവിശ്വാസിയാവുകയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൈവദൂതനായി അംഗീകരിക്കുകയും ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം പ്രഖ്യാപിച്ച് വിശ്വാസിയായി മാറിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം തന്നെ പറയാൻ, വദാലിക അവ്വലു മാ വഖറൽ ഈമാനു ഫീ ഖൽബി, ഖുർആൻ്റെ ഈ ചോദ്യം അത് കേട്ട ആ സന്ദർഭം, അതാണ് വിശ്വാസത്തിൻ്റെ വിത്ത് എൻ്റെ ഹൃദയത്തിൽ മുളപൊട്ടുവാൻ തുടങ്ങിയ ആദ്യ സമയം. വിശ്വാസം എൻ്റെ മനസ്സിൽ വേരൂന്നാൻ, രൂഢമൂലമാകുവാനുണ്ടായ ഒന്നാമത്തെ അവസ്ഥയും സന്ദർഭവും അതായിരുന്നു എന്ന് അദ്ദേഹം പറയാൻ. അപ്പോൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന ആളുകൾക്ക് ദൈവവിശ്വാസിയാകുവാനേ സാധിക്കുകയുള്ളൂ, നിരീശ്വര വിശ്വാസിയാകാൻ, മതനിഷേധിയാകുവാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേപോലെ തന്നെ ഈ ലോകത്ത് കാണുന്ന അത്ഭുതങ്ങൾ, പ്രതിഭാസങ്ങൾ എത്രയോ ഉണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും, വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉന്നാസ്, മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള വസ്തുക്കളെയും വഹിച്ചുകൊണ്ട് സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ഒക്കെയുണ്ട്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാ, അള്ളാഹു വാനലോകത്ത് നിന്ന് മഴയെ ഇറക്കി വെള്ളമിറക്കി തരുന്നതിലും, ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ, ആ മഴ വർഷിച്ചതിന് ശേഷം, ആ വെള്ളം കിട്ടിയതിന് ശേഷം ഭൂമി സജീവമാവുകയും ചെയ്യുന്നതിലുമുണ്ട്. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, ഭൂമിയിൽ എല്ലാത്തരം ജീവജാലങ്ങളെയും അവൻ വ്യാപിപ്പിച്ചതിലും പരത്തിയതിലുമുണ്ട്. വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖർ, അതേപോലെ തന്നെ കാറ്റുകളുടെ വിഗതികളിലും ആകാശഭൂമികൾക്കിടയിൽ മേഘങ്ങളെ നിയന്ത്രിക്കുന്നതിലുമൊക്കെയുണ്ട്. ല ആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ഈ ആകാശം എങ്ങനെ ഉണ്ടായി? ആരാണ് അതിനെ സൃഷ്ടിച്ചത്? കൃത്യമായ രീതിയിൽ അതിനെ ക്രമീകരിച്ചത്, സംവിധാനിച്ചവൻ ആരാണ്? രാവും പകലും ഇവിടെ ഉണ്ടായത് എങ്ങനെയാണ്? അതേപോലെ തന്നെ സസ്യലതാദികൾ, ജീവജാലങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കപ്പെട്ടത്, ഇവിടെ ഒരുക്കി നിർത്തപ്പെട്ടത് എങ്ങനെയാണ്? ആരാണ് അതിൻ്റെ പിന്നിൽ? ഇതൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് മതമില്ല, ദൈവമില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുവാനും നിഷേധിക്കുവാനുമല്ല സാധിക്കുക. മറിച്ച് ദൈവമുണ്ട്, സൃഷ്ടാവുണ്ട്, ഇതിൻ്റെ പിന്നിൽ സർവശക്തനായ കൃത്യമായ പ്ലാനിംഗ് ഉള്ള യുക്തിജ്ഞാനിയായ ഒരുവനുണ്ട് എന്നാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം അത് യുക്തിഭദ്രമാണ്, മറിച്ച് യുക്തിഹീനമാണ് ദൈവമില്ല, മതമില്ല എന്നൊക്കെ പറയുന്ന ആശയം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വീണ്ടും ഖുർആൻ സൂറത്ത് ആലിമ്രാനിലെ 190-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും
രാപ്പകലുകളുടെ വ്യത്യാസത്തിലും ബുദ്ധിയുള്ള ആളുകൾക്ക് എമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ പഠിക്കുവാൻ, ചിന്തിക്കുവാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ ആ പഠനത്തെയും ചിന്തയെയും നിരാകരിക്കുന്നതോ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതോ അല്ല. മറിച്ച് ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന നിരീശ്വര നിർമ്മത ആശയങ്ങളാണ് വാസ്തവത്തിൽ അന്ധവിശ്വാസമായിട്ടുള്ളത്, ബുദ്ധിക്കും ചിന്തക്കും യുക്തിക്കും നിരക്കാത്തത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വീണ്ടും ഖുർആൻ പറയുകയാണ്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ആളുകൾ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. അള്ളാഹുവേ, നീ ഇവയെ ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചതല്ല. കൃത്യമായ പ്ലാനിങ്ങുണ്ട്, ലക്ഷ്യമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ പടച്ചറബിൻ്റെ ഇടപെടലുകളുണ്ട് എന്നവർ മനസ്സിലാക്കിക്കൊണ്ടവർ അള്ളാഹുവിനെ പ്രകീർത്തിക്കും. അവർ പറയും, സുബ്ഹാനക്, അള്ളാഹുവെ നീ എത്രയോ പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ എന്ന് പറയും, പ്രാർത്ഥിക്കുമെന്നാണ്. സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിത ലക്ഷ്യം അവർ മനസ്സിലാക്കി ആത്യന്തികമായ വിജയത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ആ രക്ഷിതാവിലേക്ക് അവർ കൈകൾ ഉയർത്തുകയും ചെയ്യുന്ന രംഗമാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അതേപോലെ സൂറത്തു ദാരിയാത്ത്, വിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ അധ്യായത്തിൽ 20-21 വചനങ്ങളിൽ അള്ളാഹു പറയുന്നു, വഫിൽ അർളി ആയാത്തുൻ ലിൽ മൂഖിനീൻ. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് എത്രയോ ദൃഷ്ടാന്തങ്ങൾ ദൃഢബോധ്യം വരുത്തുന്ന വിധത്തിൽ അവർക്കതിൽ കാണുവാൻ സാധിക്കും. വഫി അംഫുസിക്കും, അല്ല നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട് ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും. അഫലാ തുബ്സിറൂൻ, നിങ്ങളത് കാണുന്നില്ലേ എന്നാണ്. നമ്മുടെ ഒരു കോശത്തെ സംബന്ധിച്ച് കോടാനുകോടി കോശങ്ങൾ കൂടിച്ചേർന്ന വലിയൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കോശത്തെ നമ്മൾ എടുത്തു പഠിച്ചാൽ, അതേപോലെ നമ്മുടെ ആന്തരികമായ പല വ്യവസ്ഥിതികളെ സംബന്ധിച്ചും സംവിധാനങ്ങളെ സംബന്ധിച്ചും ആലോചിച്ചാൽ, ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, അതേപോലെ തന്നെ രക്തചംക്രമണ വ്യവസ്ഥ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം കേവലം യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഗതിയാണ് എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ? ബുദ്ധിയും ചിന്തയും ഒക്കെയുള്ള ഒരാൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ആ ഏകനായ സൃഷ്ടാവിനെ നമ്മൾ അംഗീകരിച്ച്, അവൻ്റെ നിയമശാസനകൾ അംഗീകരിച്ച്, അവൻ്റെ യഥാർത്ഥ നന്ദിയുള്ള അനുസരണശീലമുള്ള അടിമകളായി വർത്തിക്കണമെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ ഒരിക്കലും യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്തതല്ല, മറിച്ച് യുക്തിഭദ്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സ്രഷ്ടാവുണ്ട് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ, ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ ആദർശങ്ങളിൽ ഒന്നാണ് തൗഹീദ് എന്നത്, ഏകദൈവ വിശ്വാസം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? അള്ളാഹ് അങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ അംഗീകരിക്കണമെന്നല്ല. യുക്തിഭദ്രമായി അതിൻ്റെ ന്യായാന്യായങ്ങൾ വളരെ വ്യക്തമായി വിശദമായി ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അവനാണ് പരിപൂർണതയുള്ളത്. പരിപൂർണതയുള്ള, എല്ലാവരും ആശ്രയിക്കുന്ന, ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത അതുല്യനായ ആ സർവശക്തനായ അള്ളാഹു, അവനെ നിങ്ങൾ അറിയണം. അവനാണ് നിങ്ങൾ കീഴ്പ്പെടേണ്ടത്, അവനെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. പറയുക, അള്ളാഹു ഏകനാണ്, അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും എല്ലാവരും അവനെ ആശ്രയിക്കുന്നവരുമാണ്. ലം യലിദ്, അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ആരുടെയും സന്താനമായി ജനിച്ചിട്ടുമില്ല. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. ഇങ്ങനെ പൂർണ്ണതയുള്ള സമ്പൂർണനായ ശക്തി, അതാണ് അള്ളാഹു. ആ സർവശക്തനായ അള്ളാഹുവിനെ നിങ്ങൾ അംഗീകരിക്കണം, അനുസരിക്കണം. എത്രയോ യുക്തിഭദ്രമാണ്, എത്രയോ ലളിതമായ സത്യമാണ് ഖുർആന പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ
പഠിക്കുന്ന മനനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യുക്തിഭദ്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.